ഹലോ, ഞാൻ ജസ്ന. വെൽക്കം ടു ലെസിറ്റ്ലി മോണ്ട്. ഇന്ന് നമുക്കൊരു അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്യാം. ഇതിനായി ആദ്യം നല്ലൊരു സോഫ്റ്റ് സ്പഞ്ച് കേക്കാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായി നമുക്ക് ഒരു 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. ഇനി 1 കപ്പ് പഞ്ചസാര ആദ്യം കുറച്ച് ചേർക്കാം, പിന്നീട് നന്നായി ബീറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 3-4 പാർട്ടായിട്ട് നമുക്ക് പഞ്ചസാര മുഴുവനായിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ മുട്ടയുടെ കളറൊക്കെ മാറി നല്ല ക്രീം പരുവത്തിലായിട്ട് വേണം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കൊരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് പാൽപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിലേക്ക് ആവശ്യം. ഇത് നന്നായി ഒന്ന് അരിച്ചെടുത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത പോലെ ഓരോ പാർട്ടാക്കിയിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ കേക്ക് നല്ല ഹാർഡായി പോകും. ഇതുപോലെ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ബീറ്റർ ഉപയോഗിക്കരുത്. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 180 ഡിഗ്രിയിൽ 40 to 45 മിനിറ്റ്സ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് അറേഞ്ച് ചെയ്യാം. ആദ്യം കുറച്ച് ക്രീം എടുത്ത് നമുക്ക് ബേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വയ്ക്കാം. ചെറിയുടെയും ഷുഗർ സിറപ്പിൻ്റെയും ഈ ഒരു മിക്സാണ് ഞാൻ കേക്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ പോലെ ഷുഗർ സിറപ്പ് മാത്രമായിട്ടും ഉപയോഗിക്കാം. സോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് സോക്ക് ചെയ്യാൻ പാടില്ല. എല്ലാ ഭാഗവും ഒരുപോലെ വേണം സോക്ക് ചെയ്തെടുക്കാൻ. ഇനി ഫസ്റ്റ് ലെയറിലേക്കുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെറി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൂടെ വൈറ്റ് ചോക്ലേറ്റ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ വെക്കാം. കേക്കിൻ്റെ എല്ലാ ലെയറും അവസാനിക്കുന്നത് വരെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഞാനിത് ബേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി 4 ലെയർ തന്നെ നമുക്കിതിന് കിട്ടും. ലാസ്റ്റ് ലെയറും വെച്ച് ഇനി നമുക്ക് ക്രീം എല്ലാ ഭാഗവും അപ്ലൈ ചെയ്ത് കൊടുക്കാം. റോസ്റ്റിംഗ് കഴിഞ്ഞ കേക്കിൻ്റെ മുകളിൽ ഇതുപോലൊരു പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൗൾ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. കാരണം
നമുക്ക് സെൻറ്ററിൽ പേരെഴുതാനുള്ള ഭാഗം ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സൈഡിലൊക്കെ ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്യുമ്പോൾ സെൻറ്ററിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് വെച്ച് നമുക്കിതിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു നോസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെന്നെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലൊരു നോസിലെടുത്ത് ഇങ്ങനെ പൂ പോലെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ടൊന്ന് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കേക്കിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കേക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.